തീർച്ചയായും ഇതാ അതിന്റെ സ്വാഭാവികവും സംഭാഷണ രൂപത്തിലുള്ളതുമായ മലയാളം പരിഭാഷ. 2026 ഏപ്രിൽ 5-ന് ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന ഒരു വാശിയേറിയ പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു RCB ചെന്നൈ സൂപ്പർ കിങ്സിനെ CSK 43 റൺസിന് തോൽപ്പിച്ചു. IPL 2026-ലെ ഈ 11ാം മത്സരത്തിൽ RCB തകർപ്പൻ ബാറ്റിംഗ് പ്രകടനത്തിലൂടെ 3 വിക്കറ്റ് നഷ്ടത്തിൽ 250 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം മുന്നോട്ടുവച്ചു. ഈ IPL സീസണിലെ ഏറ്റവും ഉയർന്ന സ്കോറാണിത്. ഈ വിജയത്തോടെ കളിച്ച 2 മത്സരങ്ങളിലും ജയിച്ച് RCB IPL 2026 പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്തെത്തി. അതേസമയം ഇത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ തുടർച്ചയായ 3-ാം തോൽവിയായതോടെ അവർ പോയിന്റ് ടേബിളിന്റെ ഏറ്റവും താഴെയായി. 2025-ലെ IPL ചാമ്പ്യന്മാരായ അവർ പ്രത്യേകിച്ച് തങ്ങളുടെ ഇന്നിംഗ്സിന്റെ രണ്ടാം പകുതിയിൽ മികച്ച ഫോമിലാണ് കളിച്ചത്. ഈ ഉജ്ജ്വല വിജയം കിരീടം നിലനിർത്താനുള്ള RCBയുടെ ഉറച്ച ലക്ഷ്യത്തെയാണ് കാണിക്കുന്നത്. ടൂർണമെന്റിന്റെ 19ാം പതിപ്പിൽ അവർക്ക് ശക്തമായ ബാറ്റിംഗ് നിരയും മികച്ച ബോളിംഗ് ആക്രമണവും ഉണ്ടെന്നും ഇത് വ്യക്തമാക്കുന്നു. എന്നാൽ CSKയുടെ ഈ തോൽവി അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തെക്കുറിച്ച് ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. കാരണം സീസണിന്റെ തുടക്കത്തിൽ തന്നെ അവർക്ക് താളം കണ്ടെത്താൻ കഴിയാതെ വിഷമിക്കുകയാണ്. 10 ടീമുകളും 74 മത്സരങ്ങളുമുള്ള ഈ IPL 2026 സീസൺ മാർച്ച് 28-ന് തുടങ്ങി മെയ് 31-ന് അവസാനിക്കും. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ ഇന്നത്തെ ഇന്നിംഗ്സ് 20 ബാറ്റിംഗിൽ ഒരു വെടിക്കെട്ട് പ്രകടനം തന്നെയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ RCBക്ക് വേണ്ടി ഓപ്പണർമാരായ വിരാട് കോഹ്ലി 18 പന്തിൽ 28, ഫിലിപ്പ് സാൾട്ട് 30 പന്തിൽ 46 എന്നിവർ മികച്ച ഒരു തുടക്കമാണ് നൽകിയത്. തുടർന്ന് ക്രീസിലെത്തിയ ദേവദത്ത് പടിക്കൽ ഇന്നിംഗ്സിന്റെ വേഗത കൂട്ടി. വെറും 29 പന്തിൽ 50 റൺസെടുത്ത് തകർപ്പൻ അർദ്ധ സെഞ്ചുറി നേടിയ ദേവദത്ത് 5 ഫോറുകളും 2 സിക്സറുകളും പറത്തി. എന്നാൽ യഥാർത്ഥ കളി തുടങ്ങുന്നത് ക്യാപ്റ്റൻ രജത് പാടിദാറും ടിം ഡേവിഡും ക്രീസിലെത്തിയതോടെയാണ്. ഈ 2 പേരും ചേർന്ന് വെറും 35 പന്തിൽ പുറത്താകാതെ 99 റൺസിന്റെ ഒരു തകർപ്പൻ കൂട്ടുകെട്ടുണ്ടാക്കി ഗ്രൗണ്ടിൽ വെടിക്കെട്ട് തീർത്തു. കൂടുതൽ ആഞ്ഞടിച്ചത് ടിം ഡേവിഡായിരുന്നു. വെറും 25 പന്തിൽ പുറത്താകാതെ 70 റൺസാണ് ടിം ഡേവിഡ് അടിച്ചുകൂട്ടിയത്. 3 ഫോറുകളും 8 കൂറ്റൻ സിക്സറുകളും ഇതിലുൾപ്പെടുന്നു. അദ്ദേഹത്തിന് മികച്ച പിന്തുണ നൽകി രജത് പാടിദാറും കളം നിറഞ്ഞു. 19 പന്തിൽ പുറത്താകാതെ 48 റൺസ് നേടിയ രജത് 1 ഫോറും 6 സിക്സറുകളും പറത്തി. അവസാന ഓവറുകളിലെ ഈ വെടിക്കെട്ട് പ്രകടനം RCBയെ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ അവരുടെ ഏറ്റവും ഉയർന്ന സ്കോറിലേക്ക് എത്തിച്ചു. 20 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 250 റൺസാണ് അവർ അടിച്ചെടുത്തത്. 251 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ചെന്നൈ സൂപ്പർ കിങ്സിന് തുടക്കം മുതൽ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. ആദ്യമേ വിക്കറ്റുകൾ പെട്ടെന്ന് നഷ്ടമായത് അവർക്ക് വലിയ തിരിച്ചടിയായി. പ്രധാന താരങ്ങളായ സഞ്ജു സാംസൺ 9, ഋതുരാജ ഗെയ്ക്വാദ് 7, ആയിഷ മാത്രെ 1, കാർത്തിക് ശർമ്മ 6 എന്നിവർക്കൊന്നും കാര്യമായി തിളങ്ങാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ തിരിച്ചടികൾക്കിടയിലും സർഫറാസ് ഖാൻ ചെന്നൈയുടെ പ്രതീക്ഷയായി മാറി. 25 പന്തിൽ 8 ഫോറും 2 സിക്സുമടക്കം 50 റൺസെടുത്ത് സർഫറാസ് ടീമിന്റെ നേരിയ പ്രതീക്ഷകൾ നിലനിർത്തി. പ്രശാന്ത് വീറും തന്റെ മികവ് തെളിയിച്ചു. 29 പന്തിൽ 6 ഫോറും 1 സിക്സുമടക്കം 43 റൺസ് നേടി. ഇംഗ്ലീഷ് ഓൾറൗണ്ടർ ജാമി ഓവർട്ടൺ 16 പന്തിൽ നിന്ന് 4 ഫോറും 2 സിക്സുമടക്കം അതിവേഗം 37 റൺസ് കൂട്ടിച്ചേർത്തു. പക്ഷേ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീണുകൊണ്ടിരുന്നത് ചെന്നൈക്ക് വലിയ കൂട്ടുകെട്ടുകൾ പടുത്തുയർത്താൻ തടസ്സമായി. ഓരോ പന്തും കഴിയുന്തോറും ഉയർന്നുവന്ന റൺനിരയുടെ സമ്മർദ്ദം അവർക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. ഒടുവിൽ ലക്ഷ്യം നേടാനാകാതെ അവർക്ക് കീഴടങ്ങേണ്ടി വന്നു. റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ ബോളർമാർ സമ്മർദ്ദത്തിലും തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചത്. അവർ നേടിയ കൂറ്റൻ ടോട്ടൽ വിജയകരമായി ഡിഫൻഡ് ചെയ്യാനും അവർക്ക് കഴിഞ്ഞു. ഭുവനേശ്വർ കുമാറായിരുന്നു ബൌളിംഗ് നിരയെ മുന്നിൽ നിന്ന് നയിച്ചത്. 4 ഓവറിൽ വെറും 41 റൺസ് മാത്രം കൊടുത്ത് 3 വിക്കറ്റാണ് അദ്ദേഹം പിഴുതത്. മധ്യ ഓവറുകളിൽ ഭുവനേശ്വറിന്റെ ഈ നിർണായക വിക്കറ്റുകളാണ് ക്രിസ്കയുടെ കുതിപ്പിന് തടയിട്ടത്. 58 റൺസ് വഴങ്ങിയെങ്കിലും 2 വിക്കറ്റെടുത്ത് ജേക്കബ് ഡഫിയും തന്റെ സാന്നിധ്യം അറിയിച്ചു. 36 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റ് വീഴ്ത്തി കൃണാൽ പാണ്ഡ്യയും സൂപ്പർ കിങ്സ് ബാറ്റ്സ്മാൻമാർക്ക് മേൽ സമ്മർദ്ദം കൂട്ടി. 30 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റെടുത്ത അഭിനന്ദൻ സിംഗ് CSK ബാറ്റിംഗ് നിരയെ കൂടുതൽ തകർത്തെറിഞ്ഞു. ചില ഓവറുകളിൽ റൺസ് ഒരുപാട് പോയെങ്കിലും RCB ബോളർമാരുടെ കൂട്ടായ പ്രകടനമാണ് CSKയെ ഒരു ഘട്ടത്തിലും ചേസിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ അനുവദിക്കാതിരുന്നത്. ബാറ്റ്സ്മാൻമാർ കൂറ്റൻ ടോട്ടലുണ്ടാക്കിയപ്പോൾ ബോളർമാർ അതൊരു സുവർണാവസരമാക്കി തങ്ങളുടെ പ്ലാനുകൾ കൃത്യമായി നടപ്പിലാക്കി ടീമിന് ഒരു അനായാസ വിജയം സമ്മാനിക്കുകയായിരുന്നു. കൃത്യമായ ഇടവേളകളിൽ അവർ വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ടിരുന്നത് RCBയുടെ ആധിപത്യത്തിന് ഭീഷണിയാകുമായിരുന്ന ഒരു വലിയ കൂട്ടുകെട്ടും ഉണ്ടാവാതിരിക്കാൻ സഹായിച്ചു. RCB 43 റൺസിന് നേടിയ ഈ തകർപ്പൻ വിജയം IPL 2026 പോയിന്റ് ടേബിളിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാക്കാൻ പോവുകയാണ്. ഈ വിജയത്തോടെ RCBക്ക് തുടർച്ചയായ 2ാം ജയമായി. ഇതോടെ അവർ ലീഗ് പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തുകയും ടൂർണമെന്റിൽ തുടക്കത്തിൽ തന്നെ മുന്നേറ്റക്കാരായി അവരുടെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു. അവരുടെ മികച്ച നെറ്റ് റൺ റേറ്റും +2.501 ടോപ്പ് ടീമുകൾക്കിടയിൽ അവരുടെ സ്ഥാനം കൂടുതൽ കരുത്തുള്ളതാക്കുന്നു. അതേസമയം ചെന്നൈ സൂപ്പർ കിങ്സാകട്ടെ തുടങ്ങിയ 3 കളികളിലും തോറ്റതോടെ പോയിന്റ് ടേബിളിന്റെ ഏറ്റവും താഴെയാണ് ഇപ്പോൾ. അവരുടെ നെറ്റ് റൺ റേറ്റും കാര്യമായി താഴോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ സീസണിന്റെ തുടക്കം അവർക്ക് അത്ര നല്ലതായിരുന്നില്ല എന്ന് വ്യക്തം. IPL 2026 സീസണിൽ ആകെ 74 മത്സരങ്ങളാണുള്ളത്. ഇതിൽ ലീഗ് ഘട്ടം കഴിയുമ്പോൾ പോയിന്റ് പട്ടികയിൽ മുന്നിലെത്തുന്ന 4 ടീമുകളാണ് പ്ലേ ഓഫിലേക്ക് കടക്കുക. നോക്കൌട്ട് റൗണ്ടിൽ അതായത് ക്വാളിഫയർ 1, എലിമിനേറ്റർ, ക്വാളിഫയർ 2 എന്നിവയിൽ ഒരു നല്ല സ്ഥാനം ഉറപ്പിക്കാൻ ആദ്യ മത്സരങ്ങളിലെ പ്രകടനം നിർണായകമാണ്. RCBയുടെ ഈ തുടക്കത്തിലെ ആധിപത്യം ടൂർണമെന്റിൽ ഒരുപാട് ദൂരം മുന്നോട്ടു പോകാൻ അവരെ സഹായിക്കുമ്പോൾ CSKക്കാകട്ടെ ഭാഗ്യം തിരിച്ചുപിടിക്കാൻ വേഗത്തിലുണ്ടെന്ന് പ്രവർത്തിച്ചേ മതിയാകൂ.